നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 24 വെള്ളിയാഴ്ചയാണ്. തുലാം 7. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. CPIയുടെ കടുത്ത എതിർപ്പ് തള്ളി PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളം. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറി. കേന്ദ്രവുമായി ധാരണയിലെത്തിയതോടെ കേരളം അവസാനിപ്പിച്ചത് 2022 മുതൽ പദ്ധതിയോടുള്ള വിയോജിപ്പ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന CPI വിമർശനത്തിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാനുള്ള നടപടികൾ അജണ്ട. ഗൾഫ് പര്യടനത്തിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കില്ല. പാർട്ടിയുടെ എതിർപ്പ് അവഗണിച്ച് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതോടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ CPI. അനന്തര നടപടികൾ ആലോചിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അടിയന്തര യോഗം. യോഗാനന്തരം നിലപാട് വിശദീകരിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം. PM ശ്രീയിലിടഞ്ഞ് CPI വിദ്യാർത്ഥി യുവജന സംഘടനകൾ. മുന്നണി നടത്തത്തിൽ നിന്നുള്ള വ്യതിചലനം അംഗീകരിക്കില്ല എന്ന് AIYF. കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്ന് നേതൃത്വം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിൽ സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. രാവിലെ 11:30 നാവികസേന ഹെലിപ്പാഡിലെത്തും. ചടങ്ങിന് ശേഷം ഉച്ചയ്ക്ക് 1:55 ഡൽഹിയിലേക്ക് മടങ്ങും. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിലെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതി പരിഗണിക്കുന്നത് DDEയുടെ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ നൽകിയ ഹർജി. ഹൈക്കോടതിയിൽ നിലപാടറിയിക്കാൻ കുട്ടിയുടെ കുടുംബവും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 2ാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ പരിശോധന തുടങ്ങി. കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. ശബരിമല, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ്. വിവാദങ്ങൾക്കിടെ ദേവസ്വം ബോർഡ് യോഗം ഇന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സമരം കടുപ്പിക്കാൻ BJP. ഇന്നും നാളെയുമായി BJPയുടെ രാപകൽ സമരവും സെക്രട്ടേറിയറ്റ് വളയലും. പ്രതിഷേധം ഇന്ന് വൈകുന്നേരം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടേറിയറ്റിന്റെ 3 പ്രവേശന കവാടങ്ങളും BJP പ്രവർത്തകർ വളയും. വിവിധ ജില്ലകളിൽ നിന്ന് 1/4 ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് BJP. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം ഇന്ന് 257ാം ദിവസത്തിലേക്ക്. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കുമെന്ന് ആശമാർ. മുഖ്യമന്ത്രി ആവശ്യങ്ങൾ അറിയിക്കാൻ അവസരം ലഭിക്കാത്തതിൽ കടുത്ത പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ. മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന്റെ ജന്മസ്ഥലമായ കർപ്പൂരി ഗ്രാമത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കും. കർപ്പൂരി താക്കൂറിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സമസ്തിപൂരിലും ബഹുസരായിലും റാലികൾ പങ്കെടുക്കും. തേജസ്വി യാദവിനെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രചാരണം ശക്തമാക്കാൻ മഹാസഖ്യം. തേജസ്വി യാദവിനൊപ്പം റാലിയിൽ രാഹുൽ ഗാന്ധിയും. ബീഹാറിൽ സമഗ്ര പ്രചാരണത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. കോഴിക്കോട് കൊയിലാണ്ടി പന്തലായനിയിൽ വയോധികയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴുത്തു ഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയെന്ന് നിഗമനം. മുത്താമ്പി റോഡിലെ തീയത്ത് സൗദാമിനിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ. കൊലപാതകമെന്ന സംശയത്തിലേക്ക് എത്തിച്ചത് മൃതദേഹത്തിൽ കണ്ട പരിക്കുകളും ചോരപ്പാടുകളും. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം. വീടുകൾ കേന്ദ്രീകരിച്ച് വ്യാപക റെയ്ഡ് തുടരാൻ പോലീസ്. സംഘർഷത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർന്ന് SDPIയും CPIഎമ്മും. കേരള സ്കൂൾ കായികമേള അത്ലറ്റിക്സ് 2ാം ദിനത്തിൽ 35 ഫൈനലുകൾ. ആകർഷകമായ ഇനങ്ങൾ 400 മീറ്റർ റിലേ, 1500 മീറ്റർ ഹേഡിൽസ്, പോൾ വോൾട്ട് എന്നിവ ആദ്യ ദിനത്തിൽ
5 സ്വർണം ഉൾപ്പെടെ 38 പോയിന്റുമായി പാലക്കാട് മുന്നിൽ. രണ്ടാം ദിനത്തിൽ ശക്തമായി തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിൽ നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം. എറണാകുളം ദർബാർ ഹാളിൽ നോർവീജിയൻ കലാകാരി ഹനാൻ ബനാമറിന്റെ കലാവിഷ്കാരം കീറിയെറിഞ്ഞ സംഭവത്തിൽ കേസെടുത്ത് സെൻട്രൽ പോലീസ്. അശ്ലീലമുണ്ടെന്നാരോപിച്ച് കലാവിഷ്കാരം കീറിക്കളയുകയായിരുന്നുവെന്നും 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചുവെന്നും എഫ്ഐആർ. കൂറുമാറിയ കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജീന തോമസിനെയും മുൻ പ്രസിഡന്റ് KR ശ്രീകലയെയും അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 6 വർഷത്തേക്ക് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക്. UDF പ്രതിനിധികളായി വിജയിച്ച ഇരുവരും കൂറുമാറി LDF-നൊപ്പം ചേർന്നിരുന്നു. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം. രാവിലെ 10 മണി മുതൽ 2 മണി വരെ നേവൽ ബേസ്, തേവര, MG റോഡ്, ജോസ് ജംഗ്ഷൻ, BTH, പാർക്ക് അവന്യൂ, മേനക, ഷൺമുഖം റോഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോകൈനസിസ് ഇല്യൂഷൻ ഗ്രൂപ്പ് എഫക്ട് വിഭാഗത്തിൽ ലോക റെക്കോർഡ് കരസ്ഥമാക്കി മെഡലിസ്റ്റ് ഹേസൽ റോസ്. മെഡലും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചത് പ്രശസ്ത മാന്ത്രികനും മൈൻഡ് ഡിസൈനറുമായ RK മലയത്ത്. ഡോക്ടർ V സനൽകുമാർ കേരളത്തിന്റെ ആദിമ ചരിത്രം പാലക്കാടൻ ഭൂമികയിലൂടെ എന്ന ചരിത്ര പുസ്തകം പത്മശ്രീ KK മുഹമ്മദ് പ്രകാശനം ചെയ്തു. പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായ ഡോക്ടർ V ശെൽവകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. പൈതൃക ചിത്രാവലി ചിത്രപ്രദർശനവും മധ്യപ്രദേശ് ചമ്പൽ പ്രദേശത്തെ തകർന്നടിഞ്ഞ ക്ഷേത്ര സംസ്കൃതിയുടെ കണ്ടെത്തലുകളെയും കുറിച്ച് KK മുഹമ്മദിന്റെ അവതരണവും നടന്നു. മണിയുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ പഞ്ചായത്തിന് മുമ്പിൽ കോൺഗ്രസ് എസിന്റെ പ്രതിഷേധ ധർണ. GB പിറവത്തിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ധർണ അനിൽ കാഞ്ഞിലി ഉദ്ഘാടനം ചെയ്തു. JC ഡാനിയലിന്റെ സ്മരണയ്ക്കായി നെയ്യാറ്റിൻകര നഗരസഭ ഒരുക്കിയ തുറന്ന വേദിയുടെ ഉദ്ഘാടനം CK ഹരീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റേഡിയത്തിലെ JC ഡാനിയൽ പാർക്കിന് സമീപം 55 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ആലുവ കീഴ്മാട് മുതിരക്കാടിൽ മദ്യപാനത്തിനിടെ കൂട്ടുകാർ തമ്മിൽ കത്തിക്കുത്ത്. ബിനു ദേവസി എന്നയാളെയാണ് കൂട്ടുകാരായ സുധീഷും സതീഷും ചേർന്ന് കുത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസിന്റെ അന്വേഷണം. കനത്ത മഴയിൽ തൃശൂർ പോന്നൂരിലെ പോന്നൂർ താഴം പടവിലെ KLDC ബണ്ട് തകർന്നു. കോൾപ്പാടത്തെ ബണ്ടാണ് തകർന്നത്. 265 ഏക്കറിൽ നടിയിൽ കഴിഞ്ഞ നെൽകൃഷി വെള്ളത്തിനടിയിലായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്കിടെ ആന ഇടഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടെ ശീവേലി നടക്കുമ്പോൾ കൊമ്പൻ കൃഷ്ണനാണ് ഇടഞ്ഞത്. 1 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇരുമ്പ് ഷീറ്റ് തകർന്നു വീണ് അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പന്നികളുമായി വന്ന വാഹനം തടഞ്ഞ് ഫാം ഉടമകൾ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളെ കേരളത്തിലേക്ക് കടത്താൻ പാടില്ല എന്ന ഉത്തരവ് നിലനിൽക്കെ രാത്രികാലങ്ങളിൽ പന്നിക്കടത്ത് വ്യാപകമെന്ന് ഫാം ഉടമകൾ. തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ച് ബൈക്ക് യാത്രികർ. പോത്തുപാറ ഉന്നതിക്ക് സമീപം തമിഴ്നാട് സ്വദേശികളാണ് ആനയെ പ്രകോപിപ്പിച്ചത്. മലപ്പുറം നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് വൈദ്യുത കമ്പി ദേഹത്തേക്ക് പൊട്ടിവീണ് ഷോക്കേറ്റ് ഹോട്ടൽ തൊഴിലാളി മരിച്ചു. മരിച്ചത് ഉപ്പുവള്ളി പടിഞ്ഞാറേ വീട്ടിൽ ചന്ദ്രൻ. പാലക്കാട് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TA സിദ്ദീഖിനെ മാറ്റി. അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. ആലുവ കുട്ടമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. എറണാകുളം കടാതി സർക്കാർ UP സ്കൂളിൽ ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക്.
പത്തനംതിട്ട കുറ്റൂരിൽ കൃഷിഭവനിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ തൈകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നു. തൈകൾ ലഭിക്കുക 5 രൂപ നിരക്കിൽ. എറണാകുളം ചോറ്റാനിക്കര കൃഷിഭവന് കീഴിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേ നടത്താൻ സർവേയർമാരെ ആവശ്യമുണ്ട്. സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് അപേക്ഷ നൽകാം. പരുമല പള്ളിത്തിരുനാൾ പ്രമാണിച്ച് നവംബർ 3-ന് മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി. പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ നടത്തുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപക പരിശീലന കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം. പ്രായപരിധി ഇല്ല. സംസ്ഥാനത്തെ കരകൗശല വിദഗ്ധരെ ആദരിക്കാനുള്ള സംസ്ഥാന കരകൗശല അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയും അനുബന്ധ രേഖകളും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നവംബർ 15-ന് മുമ്പ് ലഭ്യമാക്കണം. ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ നാളെ ഉപരോധം തീരുന്നതുവരെയാണ് നിയന്ത്രണം. നോക്കാമിനി ദേശീയ വാർത്തകൾ. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ ഇന്ത്യൻ സൈനികരുടെ ധീരതയുടെ സ്മരണാർത്ഥം തയ്യാറാക്കിയ പ്രകാശ ശബ്ദ പ്രദർശനം ശൗര്യവാൻ ഉദ്ഘാടനം ചെയ്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ സൈനികരെ ആദരിക്കുകയും അവരുടെ വീര്യവും ത്യാഗവും പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഷോയുടെ ലക്ഷ്യം. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുക്കിയിരിക്കുന്നത് ജയ്സാൽമീറിലെ ഇന്തോ പാക് മ്യൂസിയത്തിൽ. ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സാഹസികതയ്ക്ക് ശ്രമിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനിന് 2 തവണ ചിന്തിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഡിഫൻസ് പ്രൊക്യൂർമെന്റ് മാനുവൽ 3 സേനകൾക്കും സ്ഥാപനങ്ങൾക്കും 1 ലക്ഷം കോടി രൂപയുടെ വരുമാനം സാധ്യമാക്കുമെന്നും പ്രതിരോധ മന്ത്രി. രാജ്യത്ത് തണുപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 19 സംസ്ഥാനങ്ങൾക്കും 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നിരാലംബർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് നിർദ്ദേശം. അസമിലെ പോബിറ്റോറ വന്യജീവി സങ്കേതം ടൂറിസത്തിനായി തുറന്നു. വന്യജീവി സങ്കേതത്തിൽ പ്രത്യേക ജീപ്പ് സവാരി ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അസം വനമന്ത്രി ചന്ദ്രമോഹൻ പട്ടോവാരി. ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ സംയുക്ത യോഗം ഹൈദരാബാദിൽ നടന്നു. ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി. പഞ്ചാബ് ഹോഷിയാർപൂരിലെ ജ്വല്ലറിയിൽ നടന്ന വെടിവെപ്പിൽ അച്ഛനും മകനും അറസ്റ്റിൽ. കൃഷ്ണൻ കോബ, മകൻ കേശവ് എന്നിവരാണ് പിടിയിലായത്. ഇരുവരുടെയും പക്കൽ നിന്ന് പിസ്റ്റളുകളും ലൈവ് കാർട്രിഡ്ജുകളും കണ്ടെടുത്തു. മെഗാ ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസ് 2025 കൈകോർത്ത് അസം, മേഘാലയ, തെലങ്കാന സംസ്ഥാനങ്ങൾ. ആഗോള അരിമേഖലയിൽ നവീകരണം, സുസ്ഥിരത, കർഷക ശാക്തീകരണം എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ ഏകീകൃത പ്രതിബദ്ധതയെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് IREF. ചെന്നൈ പെരമ്പൂർ KM ഗാർഡനിൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. പെരമ്പൂർ ഹൈറോഡിലാണ് ഗർത്തം രൂപപ്പെട്ടത്. ചെന്നൈയിൽ പലയിടത്തും മഴ തുടരുകയാണ്. രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ ഇന്ത്യ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. കുടിയേറ്റക്കാരോട് മോശമായി പെരുമാറുന്നത് ഗുരുതരമായ കുറ്റകൃത്യമെന്ന് പോപ്പ് ലിയോ. പോപ്പിന്റെ പരാമർശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കിടെ. കുടിയേറ്റക്കാർക്ക് അഭയം നൽകാനുള്ള ധാർമ്മിക ബാധ്യത സർക്കാരുകൾക്കുണ്ടെന്നും പോപ്പ് ലിയോ. കാലിഫോർണിയയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ DUI അപകടത്തിൽ ഇന്ത്യൻ വംശജനായ ട്രക്ക് ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് 21-കാരനായ ജഷൻപ്രീത് സിംഗ്. അടുത്ത 2 വർഷത്തേക്ക് യുക്രൈനെ ബാങ്ക് വിഹിതത്തിൽ ഉൾപ്പെടുത്തുമെന്ന് യൂറോപ്യൻ യൂണിയൻ. തീരുമാനം റഷ്യയുടെ ആസ്തികൾ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിനിടെ. റഷ്യയുമായി ബന്ധപ്പെട്ട് ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്ന 3 പേരെ അറസ്റ്റ് ചെയ്ത് UK പോലീസ്. അറസ്റ്റിലായവരുടെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് പോലീസ്. തെഹ്രീക്ക് ലബൈക്കിനെ നിരോധിച്ച് പാകിസ്ഥാൻ. നടപടി ഭീകരവിരുദ്ധ നിയമപ്രകാരം. അമേരിക്ക പിടികൂടി വിട്ടയച്ച റഷ്യൻ ചാരവനിത അന്ന ചാപ്മാനെ പുതിയ ദൗത്യമേൽപ്പിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പുതുതായി തുടങ്ങിയ മ്യൂസിയം ഓഫ് റഷ്യൻ ഇന്റലിജൻസിന്റെ ചുമതല നൽകി.
പാബ്ലോ കിർനോ അർജന്റീനയുടെ വിദേശകാര്യമന്ത്രി. പ്രഖ്യാപനം നടത്തി അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലി. നിലവിൽ പ്രസിഡന്റിന്റെ ധനകാര്യ സെക്രട്ടറിയാണ്. സുഡാനിലെ ഡാർഫർ മേഖലയിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് നേരിടുന്നുവെന്ന് UN ഏജൻസി. 16 മാസമായി നിലനിൽക്കുന്ന സംഘർഷത്തിനിടെ 4 ലക്ഷത്തിലധികം ആളുകൾക്ക് ഭക്ഷണവും ആരോഗ്യ സംരക്ഷണവും ലഭിക്കുന്നില്ല എന്നും ഏജൻസി. US കോടതി വിധികളിൽ AI ഉപയോഗം പിശകുകൾക്ക് കാരണമായെന്ന് ഫെഡറൽ ജഡ്ജിമാർ. US സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി ചെയർമാൻ ചക്ക് ഗ്ലാസിയുടെ ചോദ്യത്തിനാണ് ജഡ്ജിമാരുടെ മറുപടി. കോടതി ഉത്തരവുകൾ തയ്യാറാക്കാൻ സ്റ്റാഫ് അംഗങ്ങൾ കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ജഡ്ജിമാർ. ദുബായിൽ നിന്ന് മംഗളൂരുവിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതിൽ യാത്രക്കാരോട് ക്ഷമ ചോദിച്ച് എയർ ഇന്ത്യ. യാത്രക്കാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് കമ്പനി പിന്നീട് അറിയിച്ചു. UAE ടൂറിസം രംഗത്ത് വിപ്ലവം കുറിക്കാൻ ബിറാക്ക് എന്ന പേരിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുന്നു. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ ജീവനക്കാരുടെ ക്ഷേമവും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി. സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ബിൻ ഫൗസാൻ ബിൻ അബ്ദുള്ള അൽ ഫൗസാനെ നിയോഗിച്ചു. ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അന്തരിച്ച ഒഴിവിലാണ് പുതിയ നിയമനം. അജ്മാൻ എമിറേറ്റിൽ ടാക്സികളിലും ലിമോസിനുകളിലും വേഗത നിയന്ത്രിക്കാൻ സ്മാർട്ട് സംവിധാനം സ്ഥാപിക്കുന്നു. റോഡുകളിലെ തിരക്കും വേഗപരിധിയും അനുസരിച്ച് വാഹനത്തിന്റെ വേഗം സ്വമേധയാ ക്രമീകരിക്കുന്ന സംവിധാനമാണ് നിലവിൽ വരാൻ പോകുന്നത്. ഫ്രാൻസിനെ നടുക്കിയ വൻ കവർച്ച നടന്ന ലൂവ്ര മ്യൂസിയം പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു. രത്നാഭരണമാണ് കവർച്ചക്കാർ കൊണ്ടുപോയതെന്ന് പാരീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ. വൈറ്റ് ഹൌസിന്റെ പുറത്തെ ഗേറ്റിലേക്ക് വാഹനമോടിച്ച് കയറ്റിയതിന് ഒരാൾ അറസ്റ്റിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്ന സമയത്താണ് അപകടം ഉണ്ടായത്. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഡിജിറ്റൽ എക്സ്പീരിയൻസസ് അവാർഡ് 2025 L&T ഫിനാൻസ് ലിമിറ്റഡിന്. അംഗീകാരം പ്ലാനറ്റ് ആപ്പ് വഴി ഉപഭോക്തൃ ഇടപെടൽ ലളിതമാക്കിയതിന്. പ്ലാനറ്റ് 3.0 ആപ്പ് L&T അവതരിപ്പിച്ചത് ഈ വർഷം ജൂണിൽ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP പ്രവചനം ഉയർത്തി ജെലോയിറ്റ്. മുൻ പ്രവചനത്തിൽ നിന്ന് 30 ബേസിസ് പോയിന്റ് വർദ്ധിക്കുമെന്ന് പുതിയ കണക്ക്. നടപ്പുവർഷം GDP 6.8%-ലെത്തുമെന്ന് പ്രവചനം. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഒപെക് തയ്യാറെന്ന് കുവൈത്ത്. ഇടപെടൽ റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ അമേരിക്ക പുതിയ ഉപരോധം ഏർപ്പെടുത്തിയതോടെ. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തിവെച്ച് ചൈനീസ് എണ്ണ കമ്പനികൾ. നടപടി US ഉപരോധത്തെ തുടർന്ന്. അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാർ ചർച്ചകൾ തുടർന്ന് കാനഡ. ചർച്ച പരാജയപ്പെട്ടാൽ കനേഡിയൻ വിപണിയിലേക്ക് അമേരിക്കയുടെ കടന്നുകയറ്റം അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി. ആപ്പ് സ്റ്റോർ കമ്മീഷനുകൾ സംബന്ധിച്ച് UK രജിസ്റ്റർ ചെയ്ത കേസിൽ ആപ്പിളിന് തിരിച്ചടി. ആപ്പിൾ തങ്ങളുടെ ബ്രാൻഡ് ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തൽ. കേസ് ആപ്പ് സ്റ്റോർ വഴി ആപ്പ് ഡെവലപ്പർമാരിൽ നിന്ന് അന്യായമായി 30% കമ്മീഷൻ ഈടാക്കിയതിന്. 100 ന്യൂസിൽ നോക്കാമിനി കായിക വാർത്തകൾ. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ സെമിയിൽ. നിർണായക മത്സരത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചത് 53 റൺസിന്. സെഞ്ചുറി നേടിയ സ്മൃതി മന്ദാന കളിയിലെ താരം. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാൻ പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 3 മണിക്ക് കൊളംബോയിൽ. ഇന്റർ മിയാമിയുമായുള്ള കരാർ നീട്ടി ലിയോണൽ മെസ്സി. പുതിയ കരാർ 2028 ഡിസംബർ വരെ. ആഴ്സണലുമായി സ്കോളർഷിപ്പ് കരാറിൽ ഒപ്പിട്ട് യുവതാരം മാക്സ് ഡോമാൻ. ഇംഗ്ലീഷ് ക്ലബിന്റെ നീക്കം ഭാവി മുന്നിൽ കണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ബംഗ്ലാദേശ്. 3-ാം ഏകദിനത്തിൽ 179 റൺസിന്റെ ജയം. നോക്കാമിനി വിനോദ വാർത്തകൾ. മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 27-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. റിലീസ് വിവരമടങ്ങിയ പോസ്റ്റർ പങ്കുവച്ച് നടൻ മമ്മൂട്ടി.
പ്രശസ്ത സ്റ്റണ്ട് മാസ്റ്റർ മലേഷ്യ ഭാസ്കർ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. മലയാളം ഉൾപ്പെടെ തെന്നിന്ത്യയിലെ വിവിധ സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. റോഷൻ മാത്യു, സെറിൻ ഷിഹാബ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഇത്തിരി നേരം എന്ന ചിത്രത്തിലെ ഗാനം പുറത്തിറങ്ങി. നീയൊരിക്കൽ എന്നാരംഭിക്കുന്ന ഗാനത്തിന്റെ രചനയും സംഗീതവും ബേസിൽ സിജിയാണ്. ഗാനം ആലപിച്ചത് വിശ്വജിത്തും സിത്താര കൃഷ്ണകുമാറുമാണ്. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പ്രഭാസിന്റെ ഹൊറർ ഫാന്റസി ചിത്രം രാജാ സാബിന്റെ സ്പെഷ്യൽ പോസ്റ്റർ പുറത്ത്. ജനുവരി 9-നാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ്. ഇന്ത്യൻ എഡിഷൻ എന്നറിയപ്പെട്ട GD നായിഡുവിന്റെ ജീവിതകഥ പറയുന്ന GDN സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മറ്റന്നാൾ പുറത്തിറങ്ങും. വർഗീസ് മൂലൻസ് പിക്ചേഴ്സ് നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാർ രാംകുമാറാണ്. സിനിമയിൽ GD നായിഡുവായി എത്തുന്നത് R മാധവൻ. ജയറാം, പ്രിയാമണി തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ബിലാല് പഴയ ബിലാല് തന്നെ എന്ന ക്യാപ്ഷനുമായി മമ്മൂട്ടിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് മനോജ് KJN. ലണ്ടനിൽ വെച്ച് മമ്മൂട്ടിയെ കണ്ടപ്പോഴെടുത്ത ഫോട്ടോയാണ് മനോജ് ഷെയർ ചെയ്തിരിക്കുന്നത്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു കൂട്ടുകെട്ടിൽ ദീപാവലി റിലീസായി എത്തിയ ഡ്യൂഡ് ആഗോള കളക്ഷൻ 100 കോടിയിലേക്ക് കുതിക്കുന്നു. ഈ മാസം 17 തിയേറ്ററുകളിലെത്തിയ ചിത്രം 4 ദിവസം കൊണ്ട് നേടിയത് 83 കോടി കളക്ഷനാണ്. വെള്ളക്കെട്ടുള്ള റോഡിലൂടെ കടന്നുപോകുന്ന ഒരു ജാഥയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. LDFന്റെ വികസന മുന്നേറ്റ ജാഥ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡിലൂടെ കടന്നുപോകുന്നു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ കോഴിക്കോട് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി LDF നടത്തിയ പ്രതിഷേധ മാർച്ചാണ് ഇത്. നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ്. അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിക്കില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. റഷ്യൻ എണ്ണ കമ്പനികൾക്കെതിരായ അമേരിക്കയുടെ ഉപരോധം ശത്രുതാപരമായ പ്രവൃത്തിയെന്നും പുടിൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഈ മാസം 30-ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ്. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിക്കിടയിലാണ് കൂടിക്കാഴ്ച. അമേരിക്കയിൽ അനധികൃത സ്പോർട്സ് വാതുവെപ്പ് കേസിൽ 31 പേർ അറസ്റ്റിൽ. നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ താരമായ ടെറി റോസിയറും പോർട്ട്ലാൻഡ് ട്രയൽ ബ്ലേസേഴ്സ് മുഖ്യ പരിശീലകൻ ചാൻസി ബില്ലപ്സും അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. ഗുജറാത്ത് വൽസാദിലെ പേപ്പർ മില്ലിൽ വൻ തീപിടുത്തം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നോക്കാമിനി ഇപ്പോൾ കിട്ടിയത്. രാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലേക്ക് മടങ്ങും. ഇന്നലെ കോട്ടയത്തെത്തിയ രാഷ്ട്രപതി കുമരകത്താണ് താമസിച്ചത്. രാവിലെ 10 മണിയോടെ റോഡ് മാർഗം കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിലെത്തുന്ന രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് മടങ്ങും. മൊസാബിക്കിലെ ബെയ്റ തുറമുഖത്തുണ്ടായ അപകടത്തിൽ മരിച്ച കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇടുക്കി നഴ്സിംഗ് കോളേജ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ ദിനേശ് ചെറുവാട്ട്. പൈനാവിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലെ 16 മുറികൾ വിട്ടു നൽകുമെന്ന് ജില്ലാ കളക്ടർ. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.